ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ പൊന്നുകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നല്ല പ്രഭാതം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകുകയായി. കഴിഞ്ഞ രാത്രികാലം നാം സുഖമായി കിടന്നുറങ്ങി. ഇസ്രായേലിന്റെ പരിപാലകൻ നമ്മെ താങ്ങിയതുകൊണ്ട് മാത്രമാണ് ഈ പകൽക്കാലം കാണുവാനിടയായത്. ഇന്ന് പകൽക്കാലത്തെ പ്രഭാത പ്രാർത്ഥന വലിയ വിടുതലും ദൈവനാമത്തിന് കാരണമായി തീരുവാൻ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നായി ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും, ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നവര്, ഗാനങ്ങൾ ആലപിക്കുന്നവര്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ ഈ പ്രഭാത പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രാർത്ഥനത്തിന് ഡൽഹി UP കൗൺസിലിന്റെ കോർഡിനേറ്ററായി സേവനമനുഷ്ഠിക്കുന്ന മേഘത്താനുലെ ദാസ് ബ്രദർ MM സഹിജാനാണ്. ദൈവനാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പാസ്റ്റർ. ഹല്ലേലൂയ. നാം ഉയർപ്പിൻ ദിനത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കാം. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവിന്റെ മഹത്വപ്പെടുത്താൻ തൊക്കണം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നല്ലതും വിലപ്പെട്ടതുമായ നല്ല അവസരമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അനേകർക്ക് ലഭിക്കാത്തതായ ഈ നല്ല അവസരം കർത്താവ് നമുക്ക് തന്നതിനെ ഓർത്ത് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് മൗനമായിരിക്കാൻ കഴിയുകയില്ല. കാരണം കഴിഞ്ഞ രാത്രികാലം കിടന്നുറങ്ങിയ പലരും എഴുന്നേൽപ്പാൻ കഴിയാതെ ഇതിലൊന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവിന്റെ വലിയ കൃപയല്ലയോ നമ്മെ താങ്ങി നടത്തി ഈ പ്രഭാതത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു വന്നത്. നന്ദിയോടെ സ്തുതിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ ടൈം സോണുകളിലായിരിക്കുന്ന നമുക്ക് ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നവർക്ക് നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ നടത്തുന്ന എല്ലാ വിധങ്ങളെയും നമുക്ക് നന്ദിയോടുകൂടെ ഓർക്കാം. ഹല്ലേലൂയ. ജോയിൻ ചെയ്യുവാനുള്ള എത്രയും ജോയിൻ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച ഇന്നത്തെ ഈ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രഭാതത്തിൽ ഞങ്ങൾ കടന്നു വരികയാണ്. നാഥ, ഏത് സമയത്തും കൃപാസനത്തോളം അടുത്തു വരുവാൻ തന്നിരിക്കുന്ന പുത്രത്വത്തിന് പദവിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളെല്ലാം നീ ഞങ്ങളുടെ ക്ഷേമത്തോടുകൂടെ കാത്തു പരിപാലിച്ചു. ഈ ഫെബ്രുവരി മാസം ആദ്യ ദിനങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ സമർപ്പിക്കുകയാണപ്പ. ഇന്ന് പ്രഭാതത്തിലെ എല്ലാ ശുശ്രൂഷകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിന്റെ മഹത്വനാക്കി തീർക്കുമാറാകണമേ. ഞങ്ങളുടെ നടുവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാകണമേ. ജോയിൻ ചെയ്യാനുള്ള ഒരു വേഗം കൂട്ടി വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മനോഹരമായ ഗീതങ്ങൾ പാടി അങ്ങേ സ്തുതിപ്പാൻ സഹായിക്കണം. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സഹായിക്കുമാറാകണം. കർത്താവേ, ഹല്ലേലൂയ. തിരുവചനം ഞങ്ങളോട് ഇടപെടുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പലക്കാലത്ത് എല്ലാ ശുശ്രൂഷകളും അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ ഇടയാക്കുമാറാകണമേ. ഹല്ലേലൂയ. എല്ലാ പ്രവർത്തന മേഖലകളെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. തുടർന്ന് നമുക്കൊരു ആത്മീക ഗീതം പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതികളാലും ഗീതങ്ങളാലും പാടി സ്തുതിക്കുന്നത് കർത്താവിന് വളരെ പ്രസാദകരമായ കാര്യമാണ്. തന്റെ കുഞ്ഞുങ്ങൾ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ അവനെ ആരാധിക്കണമെന്നുള്ളതാണ് കർത്താവിന്റെയും ആഗ്രഹം. ഹല്ലേലൂയ. ഇപ്പോൾ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പ്രിയ സിസ്റ്റർ ആൻസി ഡാനിയേൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. പ്രിയ സഹോദരിയോട് ചേർന്ന് ആത്മീക ഗീതങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി സിസ്റ്റർ ആൻസി ഡാനിയേലിനെ ക്ഷണിച്ചോളുന്നു. ദൈവനാഥം അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് ഒരു പ്രാവശ്യം തന്ന നല്ല ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യണം. സങ്കീർത്തനങ്ങൾ പുസ്തകം 148 അധ്യായത്തിൽ യഹോവയാ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, യഹോവ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ എന്ന്. കർത്താവ് നമുക്ക് ഒരു പ്രാവശ്യം കൂടി സ്തുതിക്കാവുന്ന അവസരമാണ്. 150 സങ്കീർത്തനം 6 വാക്യം പറയുന്നത്, ജീവനുള്ളൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പിന്ന്. ജീവനുള്ളത് കൊണ്ടാണ് ദൈവം നമുക്ക് ഈ പ്രഭാതം കാണുവാൻ ഇടയാക്കി തന്നതും ദൈവത്തെ സ്തുതിക്കാൻ അവസരം തന്നതും. ആ ദൈവത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്തതിനാൽ ദൈവസന്നിധി ഞങ്ങൾ അവന്റെ നാമം ഉയർന്നിരിക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ പാട്ടുപാടാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ചേർന്ന് പാടണമെന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നു. ആമേൻ. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ, വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ, ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ.
സന്നിധോ വന്നിടാമേ സതതം. ഇത്ര മഹത്വമുള്ള പദവി പുഴുകൾക്കാരുള്ള, ഇത്ര മഹത്വമുള്ള പദവി പുഴുകൾക്കാരുള്ള, ഭദ്രതയുമില്ല നിന്റെ കൃപയത്ര വിചിത്രമാവോ, ഭദ്രതയുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവോ. വനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സതതം, വനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സതതം, പൂനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്ക്, പൂനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്ക്. മണ്ണിൽ മന്നവൻ നീ, മനുകുലത്തിനു രക്ഷകരൻ നീ, മണ്ണിൽ മന്നവൻ നീ, മനുകുലത്തിനു രക്ഷകരൻ നീ. മിന്നും പ്രഭവമുള്ളോൻ പിതാവിനു സന്നിധൻ നീ അല്ലയോ, മിന്നും പ്രഭവമുള്ളോൻ പിതാവിനു സന്നിധൻ നീ അല്ലയോ. നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകയാരുള്ളൂ ജീവനാഥ, നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകയാരുള്ളൂ ജീവനാഥ, നീ ഒഴികെ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പാരേ, നീ ഒഴികെ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പാരേ. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ, വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാൻ. ആമേൻ. ഒരു പാട്ടൂടെ പാടുന്ന. സ്തുതി സ്തുതി മനമേ സ്തുതികളിൽ ഉന്നതനെ, നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മേ പോലെ താലോലിച്ചണച്ചിടുന്നു, അമ്മേ പോലെ താലോലിച്ചണച്ചിടുന്നു, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമായി, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമായി. സ്തുതി സ്തുതി മനമേ സ്തുതികളിലുന്നതനെ, നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളെ എനിക്കേറ്റം അടുത്ത തുണയായി, കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയായി, ഘോരവൈരിൻ നടുവിലവൻ
മേശ നമുക്കൊരുക്കുമല്ലോ ഓരോ വൈരിയും നടുവിലവൻ. മേശ നമുക്കൊരുക്കുമല്ലോ. സ്തുതി സ്തുതി എന്നരമേ, സ്തുതികളിലുന്നതനേ, നാഥന്നാൽ തോറും ചെയ്യുന്ന നന്മകളോർത്തും പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഭാരത്താൽ വളഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും, ഭാരത്താൽ വളഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും, പിളർന്നിടും ഒരാടി പിളരാൽ തന്നിടും നിരോഗ സൗഖ്യം. പിളർന്നിടും ഒരാടി പിളരാൽ തന്നിടും നിരോഗ സൗഖ്യം. സ്തുതി സ്തുതി മനമേ, സ്തുതികളിലുന്നതനേ, നാഥന്നാൽ തോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ആമേ. സ്തോത്രം. ഇത്രത്തോളം സമയം ദൈവമായ കർത്താവ് ഞങ്ങളെ പാടുവാൻ സഹായിച്ച ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്ത് പ്രത്യാൽ പാടുവാൻ അനുവാദം തന്ന ബെൻസബാസ് കുടുംബത്തോടും ഇതിലെ സഹപ്രവർത്തകരുടെ നാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് അപേക്ഷിക്കുന്നു. ഹസ്ബൻഡ് ഖത്തറിന്റെ പ്രദേശത്തായിരിക്കുന്നു. അടിയനും കുഞ്ഞും നാട്ടിലായിരിക്കുന്നു. ഒരു കുഞ്ഞും ഒന്നി പഠിക്കുന്ന ഒരു കുഞ്ഞുമുണ്ട്. ഞങ്ങളെ ഓർത്ത് കുടുംബമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവകൃപയിൽ നിൽക്കുവാൻ അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആഗ്രഹം. ദൈവകൃപയിൽ മാത്രം നിൽക്കുവാൻ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അപേക്ഷയുടെ ദൈവസ്ഥാനത്താണിരിക്കുന്നത്. താങ്ക് യു സിസ്റ്റർ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായ ആത്മീക ഗീതങ്ങൾ പാടി കർത്താവിനെ സ്തുതിപ്പാൻ ഈ പ്രഭാതത്തിലും കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഭാരത്താൽ വലഞ്ഞിടിലും രോഗത്താൽ അലഞ്ഞിടിലും പിളർന്നതായ ഒരു അടിപ്പിണരാൽ നമുക്ക് വേണ്ടി കാലുവരയിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. ആകയാൽ നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഈ പ്രഭാതത്തില് നമ്മുടെ വിഷയങ്ങൾക്ക് ഉത്തരം തരുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് നാം ആയിരിക്കുന്നത് എങ്കിലും ഇന്ന് പ്രഭാതത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ നടുവിൽ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം ഈ ഗൂഗിൾ മീറ്റിൽ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ആയിരിക്കുന്നത് പ്രാർത്ഥനയുടെ തണലിലാകുന്നു. ഹാലേലൂയ. ദൈവത്തിന്റെ ആ തണലിൽ, അവന്റെ വലതു കൈയുടെ തണലിന് കീഴിൽ നാം ആയിരിക്കുകയാണ്. നന്ദിയോടെ സ്തുതിക്കുന്നു. ഹാലേലൂയ. ഡൽഹി UP ചാപ്റ്ററിന്റെ കൊയർ ലീഡർ ജസന്റെ പപ്പ, ഫാദർ ഇൻ ലോ US നിന്നും പ്രിയ തോമസ് സഹോദരൻ നമ്മോടുകൂടെ ചേർന്നിട്ടുണ്ട്. ദൈവദാസനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ഇന്ന് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. അപ്രകാരം വിവിധ രാജ്യങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേക ജീവിതങ്ങൾ കണ്ണുനീരിലും ദുഃഖത്തിലും ഭാരത്തിലും കൂടെ കടന്നു പോകുന്നുവല്ലോ. ഹല്ലേലൂയ. നാം സൗഖ്യത്തോടുകൂടെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുമ്പോൾ എത്രയോ കുടുംബങ്ങളിനകത്ത് കണ്ണുനീരിന്റെ വിലാപങ്ങൾ നാം കേൾക്കുന്നു. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിപ്പാനുള്ള സമയമാണ്. തുടർന്നുള്ളതായ അല്പസമയങ്ങൾ ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീക്കിവെക്കാം. അതിനുവേണ്ടി സിസ്റ്റർ ലിസി വർഗീസ് കേരള നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ സഹോദരിയോട് ചേർന്ന് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ വിടുതൽ ഏറ്റെടുപ്പാൻ നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ഈ പ്രാർത്ഥനാധ്വനിയിൽ കൂടെ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം കർത്താവിന്റെ കരം പ്രവർത്തിച്ച് നാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പലരും അതിന് വിറ്റ്നസ് ആണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഹല്ലേലൂയ. തുടർന്ന് ഉള്ളതായ ശുശ്രൂഷയ്ക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സിസ്റ്റർ ലിസി വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. പ്രത്യേകാൽ ഈ പ്രഭാതത്തിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് നമുക്ക് ഒരുക്കിയ സാവകാശത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പ്രയർ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയൽ, കുടുംബം, പാസ്റ്റേഴ്സ്, മറ്റ് എല്ലാ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ആത്മഭാരത്തോടെ കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. പ്രത്യേക പ്രാർത്ഥന റിക്വസ്റ്റുകൾ ഷെയർ ചെയ്യാനുള്ള സമയമാണ്. പ്രാർത്ഥന റിക്വസ്റ്റുകൾ ഷെയർ ചെയ്യാം. പ്രയർ റിക്വസ്റ്റ് ഉള്ളവർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മേരി മാത്യു. ബാക്ക് പെയിൻ ഉണ്ട് നല്ലപോലെ, അതുപോലെ പുറത്തിന് വേദനയുണ്ട്. കഴിഞ്ഞ മക്കളെ പ്രാർത്ഥിക്കണം. ഹസ്ബൻഡിനാണെങ്കിലും നല്ല സുഖമില്ല, ജലദോഷവും ചുമയൊക്കെ ഉണ്ട്. മക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. മോന് അനുഗ്രഹിക്കപ്പെട്ട പ്രവീണ നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി മക്കളെ പ്രാർത്ഥിക്കണം. സ്തോത്രം. അടുത്തായിട്ട് പ്രൈസ് ലോർഡ് ആന്റി. എന്റെ പേര് ലിജി എന്നാണ്. എനിക്ക് ഈ വീസിങ്ങിന്റെ പ്രോബ്ലമായിട്ട് ഭാരപ്പെടുന്നു. പ്രത്യേക പ്രാർത്ഥനയിൽ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് 2 പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ തരുണത്തിൽ പ്രാർത്ഥിക്കാം. സിസ്റ്റർ മേരി മാത്യു പറഞ്ഞ വിഷയം ബാക്ക് പെയിനാൽ ഭാരപ്പെടുന്നു, അതുപോലെ മോന് ഒരു ജോലി ലഭിക്കുവാൻ. ഈ 2 വിഷയങ്ങൾ സിസ്റ്റർ പറഞ്ഞല്ലോ, നമുക്ക് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ സിസ്റ്റർ ലിജി പറഞ്ഞ വിഷയം, ആ സിസ്റ്റർ രോഗത്തെ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ, ബ്രീത്തിങ് പ്രോബ്ലം പൂർണ്ണമായി ദൈവം സൗഖ്യമാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക വിടുതൽ 2 സിസ്റ്റേഴ്സും അനുഭവിക്കണം. വിശ്വാസത്തോടെ, കണ്ണുനീരോടെ, ആത്മഭാരത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അളൂടെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സുപ്രഭാതത്തിനായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ എന്റെ കർത്താവ് ഞങ്ങളെ കണ്ണിന്റെ പോലെ കാത്തു പരിപാലിച്ച് സൂക്ഷിച്ചു, സുഖകരമായി ഉറക്കി രാവിലെ എഴുന്നേറ്റ് നിന്നെ ഒന്ന് സ്തുതിപ്പാൻ ഞങ്ങൾക്ക് അവസരം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ പറഞ്ഞിരിക്കുന്ന 2 വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയാമേരിന്റെ ശാരീരികമായി അസ്വസ്ഥയായിരിക്കുന്ന കർത്താവെ, ബാക്ക് പെയിനായി ഭാരപ്പെടുന്ന കർത്താവെ, പൂർണ്ണ വിടുതലും ആശ്വാസവും നീ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ നല്ലൊരു വിടുതൽ പ്രാപിച്ച് കർത്താവെ ആരാധനയൊക്കെ കടന്നു പോകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വേദനകളെയും ചുമന്നവനായ കർത്താവ് ഇന്ന് പകൽക്കാലം പ്രിയ സഹോദരിക്ക് പൂർണ്ണ വിടുതലും ആശ്വാസവും നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ മോന് ഒരു ജോലിക്ക് വേണ്ടി ഭാരപ്പെടുന്ന കർത്താവെ, തക്ക സമയത്ത് നല്ലൊരു ജോലി ലഭിപ്പാൻ, തന്റെ ആഗ്രഹപ്രകാരം ദൈവഹിതപ്രകാരം നല്ലൊരു ജോലി ലഭിപ്പാൻ, കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. പ്രിയ ലിജി സിസ്റ്ററിന്റെ കർത്താവെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്രീത്തിങ് പ്രശ്നമായി ഭാരപ്പെടുന്നല്ല കർത്താവെ, നിന്റെ സൗഖ്യം നിന്റെ കരം തൊട്ട് ഇന്ന് പകൽക്കാലം നീ സൗഖ്യമായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ അവിടുന്ന്. കർത്താവെ നിന്റെ സന്നിധിയിൽ കടന്നു വന്നവരെ ആരെയും നീ നിരാശരായി മടക്കി അയച്ചിട്ടില്ലല്ലോ കർത്താവെ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമറ്റപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈ 2 വിഷയങ്ങളിന്മേലും എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നാളെ കർത്താവെ സാക്ഷി പറയുവാൻ ഇടയാക്കണം. എനിക്ക് സൗഖ്യമായി എന്ന് സന്തോഷ വാർത്ത കേൾക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കർത്താവ് കരം തൊട്ടതിനാൽ നന്ദിയോട് സ്തോത്രം. പ്രാർത്ഥനയും യാതനയും കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവിനോട് പ്രാർത്ഥന കേട്ടതിനാൽ ദൈവനാമത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം, 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 ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഒരു പ്രാർത്ഥന വിഷയമുണ്ട് ലിസിയാരി. ബാംഗ്ലൂരിലുള്ള സിസ്റ്റർ അമല ഷാജിയുടെ മാതാവ് ഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോഴാ ബാംഗ്ലൂർ അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. വളരെ ക്രിട്ടിക്കലായ അവസ്ഥയാണ്. ആ പ്രിയ മാതാവിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അറിയിച്ചിട്ടുണ്ട്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇനി ആർക്കെങ്കിലും പ്രയർ റിക്വസ്റ്റ്? പ്രൈസ് ലോർഡ്. അടുത്തായിട്ട് നമുക്ക് നോർത്ത് ഇന്ത്യൻ മിഷണറി ആയിരിക്കുന്ന ലിസി ലൂക്കോസ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ കഴിഞ്ഞ ദിവസം കാലിന്റെ എല്ലിന് ഒടിവായിട്ട് സർജറി കഴിഞ്ഞിരിക്കുകയാണ്. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നാം വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ദൈവദാസന്മാരെ കുടുംബങ്ങളിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും നശിപ്പിച്ച് കളയുവാൻ ഉള്ളൊരു പൈശാചിക തന്ത്രമാണ്. നാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ധാരാളം ബൈക്ക് അപകടങ്ങൾ, വാഹന അപകടങ്ങൾ നിമിത്തം ദൈവദാസന്മാർ പലരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു. മറ്റു ചിലർ മാരകമായി പരിക്കേറ്റ് അനേക നാളുകൾ ശുശ്രൂഷയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട അവസ്ഥകൾ വരുന്നു. അങ്ങനെയുള്ളൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ ഈ നാളുകൾ നാം കാണുന്നു. നാം ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ശുശ്രൂഷ കുടുംബങ്ങളെ ഒടുക്കിക്കളയുവാനുള്ള പൈശാചിക തന്ത്രത്തെ തിരിച്ചറിഞ്ഞ് നാം അതിനെതിരായി ജാഗ്രതയോടെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ പറഞ്ഞ വിഷയം, പാസ്റ്റർ പറഞ്ഞ വിഷയം, ബാംഗ്ലൂരുള്ള അമല ഷാജി എന്ന് പറഞ്ഞ സിസ്റ്ററുടെ മാതാവ് സൗഖ്യമില്ലാതെ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പൂർണ്ണമായ സൗഖ്യം ആ മാതാവിന് ദൈവം കൊടുക്കേണ്ടതിനായിട്ട്. അതുപോലെ ഞാൻ പറഞ്ഞ ലിസി ലൂക്കോസ്
ആ സിസ്റ്ററേയും പൂർണ്ണമായി ദൈവം സൗഖ്യമാക്കണം. കർത്താവിന്റെ അദൃശ്യകാര്യങ്ങൾ തൊടേണ്ടതിനായിട്ടും ഞാൻ ലാസ്റ്റ് പറഞ്ഞ വിഷയം, ശുശ്രൂഷ കുടുംബങ്ങളെ അപകടത്തിൽ നിന്ന് ദൈവം വിടുവിക്കാൻ ദൈവിക സംരക്ഷണം ശുശ്രൂഷ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഒരാൾ ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലയേറിയതുമായ ഈ പ്രഭാതത്തിനാട് ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പിതാവേ, കഴിഞ്ഞ രാത്രികാലം ദൈവം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായ സ്തോത്രം. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിന് വിടുവിച്ച് ജീവനുള്ളവരുടെ ദേശത്തെ കൂടെ മുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന വലിയ ഭാഗ്യത്തിനും ദൈവമായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ, പ്രിയ ആന്റി പറഞ്ഞ വിഷയത്തെ വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാജി നിവൃതന്റെ മാതാവിനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വളരെയധികം ശാരീരിക അസ്വസ്ഥകളാൽ കർത്താവെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുന്നല്ലോ. അപ്പച്ച വലിയൊരു സാന്നിധ്യം തന്റെ ദാസിയുടെ മേലിറങ്ങുമാറാകണമേ. വിടുതലിന്റെ കരം നീട്ടിയാട്ടെ അപ്പച്ച. സൗഖ്യദായകനായ യഹോവേ, അങ്ങ് തൊട്ടവനോ അങ്ങേ തൊട്ടവനോ സൗഖ്യമാകുന്നല്ലോ. അങ്ങയുടെ അണിപ്പെടനാൽ സൗഖ്യം വന്നിരിക്കുന്നു ഞങ്ങളുടെ വാചനമുണ്ടല്ലോ. വേഗത്തിലോടുന്ന വചനം പ്രിയ ദാസിയുടെ മേലിറങ്ങി പൂർണ്ണ സൗഖ്യം ദൈവമാറാകണമേ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് കഴിയാത്ത ഒരു കാര്യവുമില്ലല്ലോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, മനുഷ്യരിലെ അസാധ്യം എന്നാൽ എന്റെ ദൈവത്തെ സാധ്യം എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച. എന്റെ ദൈവം വിടുതലയച്ചതിനായ സ്തോത്രം. മറുപടി തന്നിരിക്കാൻ സ്തോത്രം കർത്താവേ. ദൈവമേ, ദൈവദാസന്മാരെ എല്ലാം കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. അങ്ങ് ഏൽപ്പിച്ച ദൗത്യം നടപടിയായി ചെയ്യുമ്പോൾ ശത്രുവാവിനത് കണ്ടവനെ നിൽക്കുവാൻ കഴിയാതെ വണ്ണം കർത്താവേ, ദൈവമേ സോദര അവരെ കർത്താവയുടെ യാത്രയില് ഒരു ശുശ്രൂഷ മണ്ഡലങ്ങളെല്ലാം തച്ചുടച്ചുകൊണ്ട് പൈശാചിക്കിന് ഒരുക്കുന്ന സകല പോരുകൾ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ ഭവനത്തിന് തണൽ യാത്രാ വേളകളില് ശുശ്രൂഷ മണ്ഡലങ്ങളിലേക്കും ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ. ഇവിടെ പോക്കിലെ വരവിലെല്ലാം ദൈവകരം കൂടെയിരിക്കണം കർത്താവേ. ദൂതന്മാർ ഇടവും വലവും മുൻപിലും പുറകിലും കാവലിച്ചിടുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ശുദ്ധാത്മാവിന്റെ ദൈവമേ സാന്നിധ്യം കൊണ്ട് ഒരു മൂടി മറയ്ക്കണമേ. അവരെ ഏൽപ്പിച്ച ദൗത്യം നടപടിയായി ചെയ്യുവാൻ ദൈവ സാന്നിധ്യത്തിൽ മറവിൽ ദൈവം കായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഒരു ദോഷവും തട്ടാതെ ദൈവം കാക്കണമേ കർത്താവെ. അവന്റെ കാമൻ പൈശാചിന്റെ തന്ത്രങ്ങളെ ചെറുത്ത് നിന്നുകൊണ്ട് ദൈവമേ വേഗത്തിലുള്ള വചനം ക്രിയ ചെയ്യുവാൻ ദൈവം സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ശത്രു ദൃഷ്ടി വെക്കുവാൻ ദുഷ്ടൻ കാണുവാൻ ഇടവരുത്തില്ലെന്ന് പ്രാർത്ഥിക്കണം അപ്പച്ച. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് അവിടെ ഏൽപ്പിക്കാൻ അവരെ കുടുംബത്തെ കാത്തുകൊള്ളണമേ കർത്താവെ. അവരെ ഏൽപ്പിച്ച ദൈവത്തെ നടപടിയായി ചെയ്യുവാൻ ദൈവം സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവിക സാന്നിധ്യത്തോടെ ദൈവം മറച്ചേ മതിയാവുള്ളൂ അപ്പച്ച. അനേകര് കർത്താവ് വിടുന്നതിന് പെട്ടുപോകുന്ന അവസ്ഥയാണ് കർത്താവെ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ യേശുവിന്റെ രക്തത്താൽ ചെയ്യമെടുക്കുന്ന കർത്താവെ, അങ്ങുള്ള കരത്താൽ വഹിക്കണമേ എന്നടി ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഒരു കാരണവശാലും അവന്റെ കരങ്ങളിൽ ദൈവമേ ആകപ്പെടുവാൻ ദൈവം അനുവദിക്കരുതെന്ന് അടി ഞങ്ങളോട് പ്രാർത്ഥന ഈറോടെ വിശ്വസ്തയോടെ മാറ്റമില്ലാത്ത വചനം അനേകരിലേക്ക് പങ്കുവെക്കുവാൻ അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ഒക്കെ ഞങ്ങളുടെ ഭക്തന്മാരെ ദൈവം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃപ്പാദങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല വിഷയങ്ങൾ അപ്പച്ചന്റെ പൊൻകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് മറുപടി തന്നിരിക്കാൻ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. പ്രയർ റിക്വസ്റ്റ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനാ ധ്വനി പ്രയർ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസൻ ബെൻസൺ ദാനിയലിനെ കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളിലെല്ലാം ഈ പ്രാർത്ഥനാ ധ്വനിയുടെ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. കർത്താവ് ഇത്രത്തോളം ദൈവദാസനെ കുടുംബമായി ശുശ്രൂഷയിൽ നിലനിർത്തി പിന്നെയും ശക്തിയോടുകൂടെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കും ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ദൈവദാസനെ കുടുംബമായി ശക്തമായി ഉപയോഗിക്കേണ്ടതിന് ആത്മാവിന്റെ അഭിഷേകത്തോടെ ആത്മാവിന്റെ അധികാരത്തിന്റെ ശുശ്രൂഷ ദൈവദാസൻ ചെയ്തെടുക്കുവാൻ എല്ലാ പ്രയർ ഗ്രൂപ്പിനും ശക്തമായ ആത്മീയ നേതൃത്വം കൊടുക്കുവാൻ കൃപയും ശക്തിയും അഭിഷേകവും ദൈവദാസന്റെ മേൽ ദൈവദാസിയുടെ മേൽ ദൈവം പകരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക സംരക്ഷണം ദൈവദാസന്റെ മേൽ കുടുംബത്തിന്മേൽ ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ലോകത്തെമ്പാടുമുള്ള പ്രാർത്ഥനാ ധ്വനിയുടെ ചാപ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിന് നേതൃത്വം കൊടുക്കുന്ന കോർഡിനേറ്റ് ചെയ്യുന്ന കോർഡിനേറ്റേഴ്സ്, പ്രാർത്ഥന സഹകാരികൾ, വിവിധ ശുശ്രൂഷൽ
ആയിരിക്കുന്നവർ എല്ലാവരെയും ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കേണ്ടതിനായിട്ട്, ദൈവകൃപയിൽ അവരെ നിറയ്ക്കേണ്ടതിനായിട്ട് വളരെ ഉത്സാഹത്തോടുകൂടെ ദൈവകൃപയിൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ നന്നായി ചെയ്യേണ്ടതിന് എല്ലാ ദൈവദാസന്മാർക്കും ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിച്ച എല്ലാവർക്കും കൃപ നൽകേണ്ടതിനായിട്ട്, ദൈവിക അഭിഷേകം പകരേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ 2 പ്രാർത്ഥനാ വിഷയങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കണമേ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. കർത്താവെ, എന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്ന കർത്താവെ, രാവിലെ തോറും നിന്റെ രാത്രി ഓറും വിശ്വസ്തയ്ക്കായ സ്തോത്രം. രാവിലെ സമയന്റെ പാതോടത്തോടെ അടിയങ്ങൾക്ക് പലയിടങ്ങളായിരുന്നു അടിയങ്ങൾക്ക് കൂടി ഒരു വാന്തക്കോ ദൈവം കൃപേതനായ സ്തോത്രം. മകളുടെ പ്രസ്താവിച്ച വിഷയങ്ങൾക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച സ്തോത്രം ചെയ്യുന്ന പ്രിയവൻ സംഭാഷണ കുടുംബത്തിനും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ബിന്ദുവിനെ അനുഗ്രഹിക്കണമേ കർത്താവ്, എല്ലാതേമേ സ്തോത്രം. ദേവാസിനെ അനുഗ്രഹിക്കണമേ കർത്താവ്, ശുശ്രൂഷ മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ്, ആരോഗ്യത്തോടെ ബലത്തോടെ സൗഖ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ എൻ്റെ വേറെ ചെയ്യാന്തൊക്കെ ദൈവമേ കൃപ ചെയ്യുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ ഇന്നത്തെ ആരാധന എല്ലാം അനുഗ്രഹമാക്കണമേ. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഞങ്ങൾ നിന്റെ വേല ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കാവലും പരിപാലനം കർത്താവെ അവിടുന്ന് കൂടെ ഇരിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രനാഥ, എൻ്റെ ദൂതനങ്ങളെ കൊണ്ട് കാവൽ ചെയ്യണമേ കർത്താവ്. എത്ര പേര് മണ്ഡലങ്ങൾ ചെയ്യുമ്പോഴെടുക്കാൻ ദൈവാനുവദിക്കല്ലത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. ദൈവമേ ഈ കൂട്ടായ്മകളെ, ഈ ശുശ്രൂഷ മണ്ഡലങ്ങളെ മറ്റു രാജ്യങ്ങളിൽ മറ്റു ദേശങ്ങളിലേക്കെല്ലാം വ്യാപിക്കുവാൻ തൊക്കെ ദൈവം കൃപേതിരിക്കുക. സ്തോത്രം കർത്താവ്. ഏറ്റെടുത്ത് നടത്തിയ ദാസന്മാർ, കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ദൈവകരങ്ങളിലേക്ക് ദൈവം ഏൽപ്പിക്കുന്ന കർത്താവ്, വിശ്വാസത്തിന് നായകനും പൊട്ടുവെത്തെങ്കിലും ആ ദൈവത്തെങ്കിലേക്ക് ജീവിപ്പാൻ തൊക്കെ ഓരോ കുടുംബങ്ങളെയും കർത്താവ് നീ അവിടുന്ന് സഹായിക്കുമാറാണ്. അനേക മക്കളെ ദൈവത്തെ കൊണ്ടുവരുവാൻ കർത്താവ് കൂട്ടായ്മയെ സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവ്. ദൈവമേ സ്തോത്രം. ഈവനിങ് നടക്കുന്ന കൂട്ടായ്മ അനുഗ്രഹിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ മകൾക്ക് ആരോഗ്യം ബലവും പാർന്നെടുക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ദൈവം കാത്തോടും അവരുടെ പോക്കലും അറിവിലെല്ലാം ദേവസ്ഥാനത്തും കൂടെ പഠിക്കുന്ന വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേനാഥ, വിട്ടുനൊടുക്കുന്ന യാതൊരു ഗണികളിലും കുഞ്ഞുങ്ങൾ ആരോപപ്പെട്ടു പോലെത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേസ്തു. അനുഗ്രഹിക്കപ്പെട്ട ഭേദങ്ങളായും അവർ വളർന്നു വരുവാൻ സഹായിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേസ്തു. അവരുടെ ആവശ്യങ്ങൾക്ക് മേൽ ദൈവസ്ഥാനത്തും കൂടെ ഇരിക്കും. സാമ്പത്തിക ശാരീരിക മാനസികമായ എല്ലാ ആവശ്യങ്ങളും കൂടെ ദൈവം സഹായിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രതികൂലമായ ക്ലൈമറ്റിലെ പ്രതികൂലമായ ദൈവ സ്തോത്രം സാഹചര്യങ്ങളിലെല്ലാവരും ദൈവം എനിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ധാരാളമായ കാര്യങ്ങൾ എടുത്തു നയിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ വ്യാപ്തി ഈ കൂട്ടായ്മ എല്ലായിടത്തും വ്യാപരിക്കുവാൻ തക്കത്തിൽ ഓരോ സ്റ്റേറ്റിലും പല സ്ഥലങ്ങളിലും കർത്താവെ സ്തോത്രം. ഓരോ രാജ്യങ്ങളിലെല്ലാം അത് വ്യാപരിക്കത്തക്ക ദൈവത്തിന്റെ കാര്യം പിന്നെ പ്രവർത്തിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ജനം കൂട്ടമായി കടന്നു വന്ന കർത്താവെ പ്രാർത്ഥിക്കുവാൻ തക്കോ ദൈവം കൃപയന്മേ വിശ്വാസത്തിന്റെ നാളുകൾ ദൈവമേ സ്തോത്രം. വിശ്വാസത്തോടു കൂടി ആയിരിക്കാൻ ദിവസമായി വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ കർത്താവ്. എല്ലാ പാരമ്പര്യം പൗരോഹിത്യം പശാചിപ്പുരവും എല്ലാ ജീവിതങ്ങളെ വിട്ടയിച്ച ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരാൾക്ക് തീർക്കുമാറാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിയനെ കൂടി മാട്ടേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൗരോഹിത്യ ബന്ധനങ്ങളും വിടിയിക്കണമേ കർത്താവ്, സഹായിക്കണമേ. സത്യാരനെ കടന്നു കൂടി മാറ്റി ഞങ്ങളെ ഒരുക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട് മറുപടിയും ദൈവത്തിന്റെ സ്തോത്രം. എല്ലാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ദൈവനാമത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അടുത്തായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇളമ്പള്ളിക്കൽ കൺവെൻഷൻ 19, 20, 21 നടക്കുന്നു. ആ കൺവെൻഷനിൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണം. ധാരാളം കൺവെൻഷൻ നടക്കുന്നുണ്ട് ഈ കാലയളവിൽ. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവജന ശുശ്രൂഷ ദൈവദാസന്മാരെ ആത്മീയ അധികാരത്തോടെ ദൈവം ഉപയോഗിക്കണം. ആ ഒരു കൺവെൻഷനിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കണം, ഭൂതങ്ങൾ അലറി ഓടണം, ജനം മാനസാന്തരപ്പെടണം, പാപബോധമുള്ളവരായി. അപ്പസ്തോലിക കാലഘട്ടത്തിൽ ദൈവജന ശുശ്രൂഷയിൽ നടന്നിരുന്നത് ജനം പാപബോധമുള്ളവരായി ഓടിക്കൂടി അവർ മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ആ ഒരു ശുശ്രൂഷകൾ കൺവെൻഷനിൽ നടക്കണം. ഒരു കൺവെൻഷൻ നടത്തി എന്ന് പറയുവാനല്ല, കൺവെൻഷനിൽ ദൈവപ്രവൃത്തി നടക്കണം. ആത്മീയ അധികാരത്തിന്റെ ശുശ്രൂഷകൾ വെളിപ്പെടണം. ആ ഒരു കൺവെൻഷൻ വലിയ അനുഗ്രഹമായി തീരണം. വചന ശുശ്രൂഷയ്ക്കായി ദൈവം ഏൽപ്പിച്ച നിയുക്ത ദൈവദാസനെ ആത്മീയ അധികാരത്തോടെ ദൈവം ഉപയോഗിക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥനാ ധ്വനി ഈ ലോക രാജ്യങ്ങളിൽ വ്യാപിക്കണം. എല്ലാ സ്റ്റേറ്റിലും പ്രാർത്ഥനാ ധ്വനിയുടെ പ്രയർ ഗ്രൂപ്പുകൾ ഉണ്ടാകുവാൻ, പ്രവർത്തനങ്ങൾ വ്യാപിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ സഹകാരികൾ, പ്രവർത്തനത്തിന് ഉത്സാഹമുള്ള അഭിഷിക്തന്മാർ, സഹോദരന്മാർ എഴുന്നേൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ ധ്വനി എന്ന പ്രയർ ഗ്രൂപ്പിലൂടെ അനേകർക്ക് വിടുതൽ ഉണ്ടാകുവാൻ, അനേകർ രക്ഷിക്കപ്പെടുവാൻ, അനേകർ ദൈവരാജ്യത്തിന്റെ ഓഹരിക്കാരായി തീരുവാൻ, ദൈവനാമത്തിന്റെ മഹത്വം ഈ ശുശ്രൂഷകളെ വെളിപ്പെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2 വിഷയങ്ങൾക്കായിട്ട് ആരെങ്കിലും പ്രാർത്ഥിക്കണമേ.
ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനും നീതിമാനും സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തോത്രപ്പ. ദൈവസനത്തിൽ അടുത്ത് വരുവാൻ കർത്താവ് ഒരുക്കി തന്ന അവസരങ്ങൾക്കെല്ലാം നന്ദി പിതാവേ. അനേക വിഷയങ്ങൾ ദൈവസനത്തിൽ വെച്ച് കർത്താവേ ദൈവശ്രദ്ധ വെച്ച് കേട്ട് ഉത്തരമറിയതിനാ നന്ദിയോട് സ്തോത്രം. പ്രത്യേക കർത്താവേ വെൻസുംബാസ് നടത്തുവാനിരിക്കുന്ന മെയ് 19, 20, 21 ദിവസങ്ങൾ നടക്കുന്ന ആ കൺവെൻഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന. സ്വർഗ്ഗത്താൽ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷനായി തീരുവാനും കോവിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആ കൺവെൻഷൻ പേരിനും പ്രദർശനത്തിനും അല്ലപ്പ, അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ കർത്താവേ. അനേകർ പാപബോധമുള്ളവരായ ദൈവസനത്തിലേക്ക് അടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷനായി തീരുവാൻ ഇടയാക്കണമേ. അനേക യൗവന പ്രായക്കാരെ തൊടുന്ന ഒരു കൺവെൻഷനായി തീരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവപ്രവൃത്തി ആ കൺവെൻഷനിൽ കർത്താവെ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ദൈവഭൃത്യന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിന്റെ നിയോഗപ്രകാരം അഭിഷിക്തർ കടന്നു വരുവാനും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ തിരുവചനം ഘോഷിക്കുമ്പോൾ അനേക ഹൃദയങ്ങളിൽ കർത്താവെ അലുയാസൂത്രം അത് പതിയുവാനും കർത്താവെ ദൈവസ്ഥലത്തിലേക്ക് പ്രാർത്ഥിക്കുന്നു. ആ ദേശം വിടുവിക്കപ്പെടമേ, ആ ചുറ്റുപാടുകൾ വിടുവിക്കപ്പെടേ, അനേകർക്ക് ഒരു വിടുതലായി തീരുവാനേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്വർഗമേ. ദൈവ അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രത്യേക കർത്താവെ. പ്രാർത്ഥന ദുനിയയുടെ കർത്താവെ. ഈ ഹല്ലേലൂയ സ്തോത്രം പ്രയർസലുകൾ അനേക ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. രാജ്യങ്ങൾ അനേക ഹല്ലേലൂയ സ്തോത്രം സ്റ്റേറ്റുകളുണ്ട് കർത്താവെ. ഇത് ലോകമെമ്പാടി വ്യാപരിക്കുവാനേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന ഒരു പ്രാർത്ഥനയുടെ തണലായി തന്നെ വീണ്ടും ഇത് ഉയരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയും കൃപയിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ പ്രാർത്ഥന കേട്ട കൃപകൾക്കാട് നന്ദിയോട് സ്തോത്ര. സകല വിഷയങ്ങളെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്ന യേശുവിന്റെ ധന്യമുള്ള നാമത്തിന് പിതാവേ. ആമേൻ. 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 ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ഇന്ത്യയിലെ മിഷണറിമാർക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ മിഷണറിമാർ കർത്താവിന്റെ വേല വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്നവരാണ്. എന്ന് വെച്ചാല് പ്രതികൂല സാഹചര്യങ്ങളാണ് നോർത്ത് ഇന്ത്യയിൽ. എനിക്ക് പരിചയമുള്ള ഒരു മിഷണറി കുടുംബത്തെ ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. ജമ്മു കാശ്മീരിന്റെ താഴ്വാരത്ത് കർത്താവിന് വേല ചെയ്യുന്ന ഒരു മലയാളി ശുശ്രൂഷ കുടുംബം. അവർ എന്നോട് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു. അവരുടെ മക്കൾക്ക് പഠിക്കുവാൻ നിവൃത്തിയില്ല. ഏകദേശം 100 കിലോമീറ്റർ ദൂരെയാണ് സ്കൂള്. അതുകൊണ്ട് അവർ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി. കാരണം നമ്മുടെയൊക്കെ മക്കളെ നല്ല നല്ല സ്കൂളുകളിൽ വിട്ട് നാം പഠിപ്പിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. അത് വേണം, അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ കർത്താവിന്റെ വേല ചെയ്യുവാൻ നശിച്ചു പോകുന്ന ആയിരക്കണക്കിന് ആളുകളെ കർത്താവിനായി നേടുവാൻ സ്വന്തം മക്കളെ വിദ്യാഭ്യാസം പോലും വേണ്ടെന്ന് വെച്ച് കർത്താവിന് വേണ്ടി ഡെഡിക്കേറ്റ് ആയ കുടുംബത്തെ, ആ മിഷണറി കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് ഒരുപക്ഷെ അവിടുന്ന് മാറി വേറൊരു സ്ഥലത്ത് സ്കൂൾ അടുത്തുള്ളിടത്ത് വേല ചെയ്യാം. പക്ഷേ കർത്താവ് കൊടുത്ത ദർശനത്തിന് അനുസൃതമായി വളരെ പരിമിതമായ സാഹചര്യത്തിൽ നല്ല ഭക്ഷണമോ നല്ല വസ്ത്രമോ നല്ല പാർപ്പിടമോ ഇല്ലാതെ, വേണ്ടത്ര സപ്പോർട്ട് ഇല്ലാതെ വളരെ ഞെരുങ്ങി ബുദ്ധിമുട്ടി കർത്താവിന്റെ വേല ചെയ്യുന്ന അങ്ങനെ എത്രയോ ശുശ്രൂഷക കുടുംബങ്ങളാണ് നോർത്ത് ഇന്ത്യയിലുള്ളത്. പലപ്പോഴും നാം അവരുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുന്നില്ല. നമ്മളെപ്പോലെ നല്ല വസ്ത്രമോ നല്ല ഭക്ഷണമോ അവർക്കില്ല. പലരും എന്നോട് ഈ അടുത്ത നാളിൽ ഒരു ശുശ്രൂഷ കുടുംബം ഷെയർ ചെയ്യുകയാണ്. കേരളത്തിൽ വരുമ്പോൾ ഞങ്ങൾ എങ്ങനെയുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടതെന്ന് കൺഫ്യൂഷനാണ്. കാരണം അവിടെയുള്ള ആളുകളെ പോലെ വസ്ത്രം ധരിച്ചു, ചീപ്പ് റേറ്റുള്ള വസ്ത്രം ധരിച്ചും അവരെ പോലെ ഭക്ഷിച്ചും ജീവിക്കുന്ന ഒരു ശുശ്രൂഷ കുടുംബങ്ങൾ, എത്ര ശുശ്രൂഷ കുടുംബങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ മിഷണറി കുടുംബത്തെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. മാത്രമല്ല ഈ നാളുകൾ നമുക്കറിയാവുന്നതുപോലെ അനേക ശുശ്രൂഷകന്മാരെ കള്ളക്കേസിൽ കുടുക്കി ജയിലടച്ചിരിക്കുകയാണ്. മതപരിവർത്തന നിരോധന ബില്ലിന്റെ മറവിൽ അനേക ശുശ്രൂഷ കുടുംബങ്ങളെ, ശുശ്രൂഷകന്മാരെ, ദൈവദാസന്മാരെ കള്ളക്കേസ് കുടുക്കി ജയിലടച്ചിരിക്കുന്നു. നമുക്കറിയാം ജോസ് പാപ്പച്ചൻ പാസ്റ്ററേയും ഷീജ സിസ്റ്ററേയും കർത്താവരെ വിടുവിക്കേണ്ടതിനായിട്ട് കർത്താവിന്റെ അത്ഭുത കരങ്ങൾ, പത്രോസിനെ വിടുവിച്ച കർത്താവിന്റെ കരം ഇന്നും പ്രവർത്തിക്കുന്നു. ഇന്നും ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുപോലെ എത്ര ശുശ്രൂഷകന്മാരാണ് നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല നിമിത്തം, സുവിശേഷ നിമിത്തം ജയിലടക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം അവരെ വിടുവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളെ നമുക്ക് ഓർക്കാം. അവരുടെ ഭാര്യമാർ, അവരുടെ കുഞ്ഞുങ്ങൾ, ദൈവദാസന്മാർ ജയിലിലായ നിമിത്തം പാർക്കാൻ പാർപ്പിടമില്ലാതെ, അവർക്ക് ഭക്ഷിപ്പാൻ ഭക്ഷണമില്ലാതെ, ധരിപ്പാൻ വസ്ത്രമില്ലാതെ, അവരെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിർവാഹമില്ലാതെ, അവരെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യുവാൻ നിവൃത്തിയില്ലാതെ, അവരെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചയപ്പിക്കാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. വളരെ വേദനയോടെ, ആത്മഭാരത്തോടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബം പോലെ
നമ്മുടെ സ്വന്തം മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ, സഹോദര കുടുംബം പോലെ അങ്ങനെയുള്ള കുടുംബങ്ങളെ കണ്ട് പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളൊക്കെയും പലപ്പോഴും സുരക്ഷിത മേഖലകളിലാണ്. എന്നാൽ ഇങ്ങനെ കഷ്ടം അനുഭവിക്കുന്ന ശുശ്രൂഷകന്മാരെയും അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. ഒരുപക്ഷെ നാം പോയി ചെയ്യേണ്ട വേല കർത്താവ് അവരിലൂടെ ചെയ്തെടുക്കുന്നു, അവർ ചെയ്യുന്നു. അതുകൊണ്ട് നാം ഏറെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം, ശുശ്രൂഷകന്മാരെ ദൈവം വിടുവിക്കേണ്ടതിനായിട്ട്. ഇങ്ങനെയുള്ള പ്രവണതകൾ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരികയാണ്. കാരണം ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വിരോധമായി പൈശാചിക തന്ത്രങ്ങളെ മെനയുമ്പോൾ ആത്മാവിന്റെ അധികാരത്തോടെ അഭിഷേകത്തിന്റെ ശക്തിയുടെ നിറവിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിന്റെ വെല്ലുവിളി ഉയർത്തുന്ന ഈ പൈശാചിക തന്ത്രത്തെ പ്രിയ ദൈവദാസന്മാരെ, ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെയുള്ളതിൽ നിന്നൊരു വിടുതൽ സംഭവിക്കേണ്ടതിനായിട്ട് ഭരണാധികാരികൾ ദൈവത്തിന്റെ നിയന്ത്രണം ഉണ്ടാകേണ്ടതിന് ഉന്നതനുമീതെ ഒരു ഉന്നതനും അവനുമീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. ഈ നാളുകളിൽ അത്യുന്നതൻ എഴുന്നേൽക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ശക്തമായി മേഖലകളിൽ വെളിപ്പെടേണ്ടതിനായിട്ട് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ ഈ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് വാക്ക് പറഞ്ഞ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. വേഗത്തിൽ പ്രാർത്ഥിക്കാം, സമയങ്ങൾ നഷ്ടമാക്കാതെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, ഹല്ലേലൂയ. പറയപ്പെട്ട വിഷയത്തെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിലുള്ള എല്ലാ ക്രിസ്ത്യൻ മിഷണറിമാരെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ വളരെ ബുദ്ധിമുട്ടിയും കഷ്ടതയിലൂടെ കർത്താവിന്റെ വേല ചെയ്യുന്ന ശുശ്രൂഷ കുടുംബത്തെ ഞങ്ങൾ ഈ സമയം കുടുംബങ്ങളെ ഓർക്കുകയാണ്. കർത്താവേ, ദൈവകരങ്ങൾ അവരെ സമർപ്പിക്കുന്നു. കർത്താവ് അവരെ സംരക്ഷിക്കണമേ, അവരെ പരിപാലിക്കണമേ, അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കണമേ. കർത്താവേ, പലപ്പോഴും കർത്താവേ, മതപരിവർത്തന നിരോധന ബില്ലിന്റെ മറവിൽ അനേക ദൈവദാസന്മാരെ കള്ളക്കേസിൽ കുടുക്കി ജയിലടച്ചിരിക്കുന്നു. അവരുടെ വേദനകൾ, അവരുടെ നൊമ്പരങ്ങൾ, അവരുടെ കഷ്ടതകൾ, പലരും രോഗത്തിലായിരിക്കുന്നവർ, ഇതെല്ലാം കർത്താവ് ഓർക്കണമേ. കർത്താവേ, പത്രോസിനെ വിടുവിച്ചതുപോലെ അനേക പഴയ നിയമ ഭക്തന്മാരും അനേക ദൈവദാസന്മാരും കഴിഞ്ഞ കാലങ്ങളിൽ ജയിലടക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സമയത്ത് ദൈവം അവരെ വിടുവിച്ചിട്ടുണ്ട്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജോസ് പാപ്പച്ചൻ പാസ്റ്റർ കുടുംബത്തെ കർത്താവ് വിടുവിക്കണമേ. കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ, പത്രോസിനെ കർത്താവ് വിടുവിച്ചു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു, ആ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നും നിലനിൽക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അദൃശ്യ കരങ്ങൾ നീട്ടണമേ. ദൈവദാസനെ കുടുംബത്തെ കർത്താവ് ജയിലറകളിൽ നിന്ന് വിടുവിക്കണമേ. അനേക ദൈവദാസന്മാർ ജയിലിലായിരിക്കുന്നു, അവരെ എല്ലാം കർത്താവ് വിടുവിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ അദൃശ്യ കരങ്ങൾ ജയിലറകളിൽ കടന്നു നിന്ന് ബദ്ധന്മാർക്ക് വിടുതൽ നൽകുന്ന ദൈവത്തിന്റെ പ്രവൃത്തി അവരിൽ വെളിപ്പെടുത്തിയിട്ട് കർത്താവെ, ജയിലടക്കപ്പെട്ട ദൈവദാസന്മാരെ കുടുംബങ്ങളെ എല്ലാം വിടുവിക്കണമേ. കർത്താവെ, അവരുടെ കുടുംബങ്ങൾ, ഭാര്യമാർ, മക്കൾ, അവരുടെ അവസ്ഥകളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, പലപ്പോഴും കർത്താവെ, ദൈവദാസന്മാർ ജയിലടക്കപ്പെട്ട നിമിത്തം അവരുടെ കുടുംബങ്ങൾ പലപ്പോഴും വേദനയിലും കഷ്ടത്തിലും വലിയ ദുഃഖത്തിലുമായിരിക്കുന്നു. അവരുടെ വേദനകളെ കർത്താവ് കാണണമേ. ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ആ വിഷയങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, സ്തോത്രം. ഭക്ഷണമില്ലാതെ അവർ ഭാരപ്പെടരുത്, വസ്ത്രത്തിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. കർത്താവേ, ഹല്ലേലൂയ. അവർക്ക് പാർപ്പിടത്തിന് അവർ ബുദ്ധിമുട്ടരുത്. കർത്താവേ, അവർ രോഗികളായി തീരരുത്. കർത്താവേ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ ലഭിക്കണം. കർത്താവേ, ഉന്നത വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കണം. കർത്താവേ, അതിനാവശ്യമുള്ള സാമ്പത്തിക സോഴ്സുകളെ കർത്താവ് തുറക്കണമേ. കർത്താവേ, അവർ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ജീവിതം ഉണ്ടാകണം. കർത്താവേ, ഹല്ലേലൂയ. തക്കതായ തുണകളെ അങ്ങനെയുള്ള ദൈവദാസന്മാരുടെ മക്കൾക്ക് നൽകണമേ. കർത്താവേ, അവരുടെ ബുദ്ധിമുട്ടുകളെയും കഷ്ടങ്ങളെയും കർത്താവ് കാണണമേ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ, അങ്ങനെയുള്ള കുടുംബങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് കൂടെ ഇരിക്കണമേ. നല്ല ആശ്വാസദായകനായി കർത്താവ് കൂടെ ഇരിക്കണമേ. നല്ല മാതാവായി, പിതാവായി കർത്താവ് അവരോടൊപ്പം ഉണ്ടാകണമേ. കർത്താവെ, ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലുള്ള എല്ലാ മിഷണറി കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ശുശ്രൂഷകളെ കർത്താവ് മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, ദൈവദാസന്മാർ ഇനി ഒരിക്കലും ജയിലടക്കപ്പെടരുത്. കർത്താവെ, അധികാരികളുടെ മനസ്സിനെ കർത്താവ് ഉണർത്തണമേ. ദൈവത്തിന്റെ ഭയം അവരിൽ അയക്കണമേ.
അപ്പസ്തോലന്മാരാൽ നടന്ന വീര്യപ്രവൃത്തികൾ നിമിത്തം ദേശത്ത് മഹാഭയം ഉണ്ടായതുപോലെ കർത്താവെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ദൈവഭയം ഉണ്ടാകുവാനിടയാക്കണമേ. കർത്താവെ ദൈവദാസന്മാരെ ഉപദ്രവിക്കാൻ ആരെയും അനുവദിക്കരുത് കർത്താവെ. അതികഠിനമായ ദേഹോപദ്രവം ചെയ്യുന്ന അവസ്ഥകളുണ്ടല്ലോ കർത്താവ്, അവരെ വിടുവിക്കണമേ കർത്താവെ. എല്ലാ മിഷണറി കുടുംബത്തെയും കർത്താവ് പരിപാലിക്കണമേ കർത്താവെ. എന്റെ കർത്താവ് അവരെ സംരക്ഷിക്കും, പരിപാലിക്കും, അവരുടെ ശുശ്രൂഷകളെ മാനിക്കും എന്നുള്ളതിനാൽ കർത്താവെ ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ ദൈവനാമത്തിന് മഹത്വം കൊടുക്കാം. പ്രത്യേക ഒരു അപേക്ഷയുണ്ട്. നമുക്ക് പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് പ്രയർ റിക്വസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചാടി പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഇന്ത്യ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകളുണ്ട്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഈ എല്ലാ സ്റ്റേറ്റിലും 28 സ്റ്റേറ്റിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ദൈവത്തിന്റെ വചനം നിറയപ്പെടണം. യെരുശലേം ദൈവത്തിന്റെ വചനം കൊണ്ട് അപ്പോസ്തലന്മാർ നിറച്ചു. ഹല്ലേലൂയ. ഇന്ത്യ രാജ്യം മുഴുവനും ദൈവവചനം കൊണ്ട് നിറയ്ക്കേണ്ട ഒരു ഉത്തരവാദിത്വം, ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ത്യ സുവിശേഷ വെളിച്ചം കാണണം. അന്ധവിശ്വാസവും അനാചാരങ്ങളും കൊണ്ട് നിറയപ്പെട്ട നമ്മുടെ രാജ്യം. ഇത്രമാത്രം ലോകം പുരോഗമിച്ചിട്ട് നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും അനാചാരവും അന്ധവിശ്വാസവും വിഗ്രഹാരാധനയും അധർമ്മ പ്രവൃത്തികളും കൊണ്ട് ജീവിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ രാജ്യത്തുണ്ടെന്നുള്ളത് വേദനാജനകമാണ്. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും, എല്ലാ അധർമ്മങ്ങളിൽ നിന്നും, അധാർമികതകളിൽ നിന്നും, കൊലപാതകളിൽ നിന്നും ദൈവം ജനത്തെ വിടുവിക്കണം. സുവിശേഷത്തിന് വെളിച്ചം, ക്രിസ്തുവാകുന്ന പ്രകാശം അവരുടെ ഉള്ളത്തിൽ നിറയണം. വിഗ്രഹാരാധനയിൽ നിന്ന്, പൈശാചിക ആരാധനകളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കേണ്ടതിനായി സത്യ വെളിച്ചമാകുന്ന ക്രിസ്തു അവരുടെ ഉള്ളത്തിൽ പ്രകാശിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റും സുവിശേഷീകരിക്കപ്പെടണം. പുതിയ സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. ദൈവസഭകൾ സ്ഥാപിതമാകണം. ആരാധനാലയങ്ങൾ സ്ഥാപിതമാകണം. നമ്മുടെ ഇന്ത്യ രാജ്യം ക്രിസ്തുവിന്റെ വെളിച്ചമുള്ള രാജ്യമായി തീരണം. വിഗ്രഹാരാധന അതുപോലെയുള്ള സകല പൈശാചിക പ്രവൃത്തികളും അഴിഞ്ഞു മാറുവാൻ, സത്യദൈവം യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുവാൻ, സത്യദൈവത്തിലുള്ള വിശ്വാസത്താൽ ജനം രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, കൂട്ടമായി ജനം ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, നിത്യരക്ഷ പ്രാപിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായ രാവിലെ സമയത്തിനായി സ്തോത്രം. രാവിലെ ഞങ്ങളുടെ ദൈവം ഒത്തിക്കുന്നു. അനേക വിഷയങ്ങൾ പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവമേ, ഈ രാവിലെ പിന്നെയും പ്രിയ സഹോദരി പറഞ്ഞ വിഷയങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥന കർത്താവേ. അനേക ദൈവദാസന്മാർ കഷ്ടപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടി കൂടെ കടന്നു പോകുന്നു കർത്താവേ. ഓരോ കേരളത്തിൽ വന്നതിലും കർത്താവേ, മന്ത്രവാദവും അങ്ങനെ മദ്യപാനവുമായി അനേക കുഞ്ഞുങ്ങളും നശിച്ചു പൊട്ടിക്കുന്ന ഈ സമയത്ത് വാസ്തവമായിട്ട് ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനം ഉണരുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവസേനി കർത്താവെ ജീവിതത്തെ ക്രമീകരിപ്പാൻ കർത്താവെ, ഞങ്ങളുടെ സുവിശേഷം പറയുന്ന ദൈവദാസന്മാരെ ബലപ്പെടുത്തണം കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും ദൈവത്തെ ശരണപ്പെട്ട് വിശ്വസ്തയോടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ സഹായിക്കണേ. അങ്ങനെ കർത്താവ് ചെയ്തതിനായി സ്തോത്രം. പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി അയക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രത്യേകം നാം ഏറെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് മദ്യപാനം. ആ ശീലം വർദ്ധിച്ചു വരികയാണ്. കുഞ്ഞുങ്ങൾ പോലും മദ്യപിക്കുന്നവർ, അതുപോലെ ലഹരി മരുന്ന്, മയക്കുമരുന്നിന് അടിമകളാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മഹാവിപത്തായി ലോകരാജ്യങ്ങളിലും പ്രത്യേകം നമ്മുടെ ഇന്ത്യ, കേരളത്തിലൊക്കെ ഈ മദ്യപാനികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മയക്കുമരുന്നുള്ള മഹാവിപത്ത് നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തെ, വരും തലമുറകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, പെന്തക്കോസ്തുകാരുടെ മക്കൾ പോലും, എനിക്ക് നേരിട്ടറിയാവുന്ന ഒത്തിരി മക്കളുണ്ട്. മദ്യപിക്കുന്നവർ മാത്രമല്ല, ലഹരി മരുന്ന് ഉപയോഗിക്കുക മാത്രമല്ല, അതിന് വിൽക്കുന്നവരായിരിക്കുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല. ഒത്തിരി മക്കളെ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. പലരും വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രാർത്ഥിക്കുന്ന നിമിത്തം. ഡി അഡിക്ഷൻ സെന്ററിൽ, എനിക്ക് അറിയാവുന്ന ഡി അഡിക്ഷൻ സെന്ററുകളിൽ പെന്തക്കോസ്തുകാരുടെ മക്കൾ, യുവതലമുറ, കർത്താവിന് വേണ്ടി ശോഭിക്കേണ്ടവർ, ദൈവരാജ്യം മറ്റുള്ളവർക്ക് പങ്കുവെക്കേണ്ടവർ, മദ്യത്തിനും
മയക്കുമരുന്നിനും അടിമകളായവരെ ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് വലിച്ചെടുപ്പിക്കേണ്ട നമ്മൾ യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുക. നല്ല കഴിവുള്ള, നല്ല പ്രാപ്തിയുള്ള, നല്ല വെൽ എഡ്യൂക്കേറ്റഡായ എത്രയോ യുവതികൾ, യുവാക്കന്മാർ ഈ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകളായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവരാജ്യത്തിൽ നിന്ന് അവർ അന്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സുവിശേഷം ലോകത്തെമ്പാടും അറിയിക്കുന്ന നമ്മുടെ തലമുറ നശിച്ചു പോയാൽ, ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. അകൃത്യത്തിൽ മരിക്കുന്ന ദുഷ്ടന്മാരുടെ കണക്ക് ദൈവം നമ്മോട് ചോദിക്കും. മാത്രമല്ല, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാതിരുന്നാൽ അവരുടെ ആത്മാവിന്റെയും അവരുടെ ആത്മരക്ഷയുടെ അവർ രക്ഷ പ്രാപിക്കാത്തതിന്റെ കണക്ക് ദൈവം നമ്മോട് ചോദിക്കും. തലമുറയുടെ രക്തത്തിന്റെയും ആത്മാവിന്റെ വില കർത്താവ് നമ്മോട് ചോദിക്കും. അത് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് വിശ്വാസ മക്കൾ എല്ലാവരും നമ്മുടെ മക്കളാണ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മദ്യപാനത്തിലായി നശിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാനസാന്തരം കൊടുക്കുവാൻ, ലഹരി മരുന്നിന് അടിമകളായ യുവതലമുറയ്ക്ക് മാനസാന്തരം കൊടുക്കുവാൻ, നമ്മുടെ സമൂഹങ്ങളിലെ യുവാക്കന്മാരെ ദൈവം മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, ദൈവഭയം അവർക്ക് നൽകുവാൻ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം അവരിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ, ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാൻ, ഈ പാപത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് കൊലപാതകം വർദ്ധിച്ചു വരിക, പീഡനങ്ങൾ വർദ്ധിച്ചു വരിക, അതിന്റെയൊക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത് പലപ്പോഴും മയക്കുമരുന്നിന് അടിമകളായി തീർന്നവരാണ്. സുബോധം നഷ്ടപ്പെട്ട ഈ അടുത്ത ദിവസം ഞാൻ ഒരു യുവാവിന്റെ സാക്ഷ്യം കേട്ടു. കാരണം ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരെന്താണ് പറയുന്നത്, ആരാണ് അടുത്ത് നിൽക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, സുബോധം നഷ്ടപ്പെട്ട് മാനസിക രോഗികളായിരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരിക. ഡി അഡിക്ഷൻ സെന്ററുകളിലൊക്കെ നൂറുകണക്കിന് ആയിരക്കണക്കിന് യുവാക്കന്മാരാണ് അവിടെ ട്രീറ്റ്മെന്റിലായിരിക്കുന്നത്. നമുക്ക് അവർക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട്, നശിച്ചു പോകുന്ന തലമുറകൾ ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവിക വിടുതൽ അവരിൽ സംഭവിക്കണം. തലമുറകൾ നശിച്ചു പോകാതെ ദൈവഭയത്തിലും ഭക്തിയിലും ജീവിക്കണം. നമ്മുടെ തലമുറകൾ നീതിയിലും സത്യത്തിലും വിശുദ്ധിയിലും ജീവിക്കണം. നമ്മുടെ തലമുറകൾ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടാതെ ദൈവനാമം മഹത്വപ്പെടുവാൻ അവർ ലോകത്തിന്റെ വെളിച്ചമായി തീരേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ ഈ വിഷയത്തിന് വേണ്ടി ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനും നീതിമാനും സ്നേഹാനുമായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ പ്രഭാത സമയത്ത് അങ്ങയുടെ പൊന്നുപാടത്തിലേക്ക് അടുത്തുവരുവാൻ, ഹല്ലേലൂയ, അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിപ്പാൻ, ജാഗരിപ്പാൻ, സ്തോത്രം പറയുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്ന പൊന്നു പിതാവേ. ഹല്ലേലൂയ. അപ്പച്ചന്റെ പൊന്നുപാടത്തിലേക്ക് കർത്താവേ, ഞങ്ങളുടെ ലോകത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, വിശേഷാൽ കർത്താവേ, ഞങ്ങൾ ഓരോ നിമിഷവും കണ്ണുകളിൽ കാതുകളിലൊക്കെ കേൾക്കുന്ന ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ഓരോ വിഷയങ്ങളാണ് അപ്പച്ച. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ഒക്കെ കർത്താവെ പ്രയാസത്തിലാകപ്പെട്ട് ഹല്ലേലൂയ സ്തോത്ര മനുഷ്യല്ലാത്ത രീതിയിൽ കർത്താവ് പല പ്രവൃത്തികൾ ചെയ്തുമ്പോൾ കർത്താവെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ കർത്താവെ സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തി കർത്താവെ ഹല്ലേലൂയ സ്തോത്ര. നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യം കർത്താവെ എന്റെ സന്നിൽ കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ തീർത്തരാന്ന് ഹല്ലേലൂയ സ്തോത്ര. ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളത് ആകയാൽ അങ്ങയുടെ പൊന്നുപാടത്തിലേക്ക് ഞങ്ങൾ വിഷയങ്ങളുമായി അർപ്പിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിന്റെ ഒക്കെ അടിമയായി കിടക്കുന്ന ഞങ്ങളെ ഹല്ലേലൂയ, ഞങ്ങളുടെ ദേശങ്ങൾ ചുറ്റുപാടുകൾ ഹല്ലേലൂയ സ്തോത്ര. ഞങ്ങൾക്ക് അറിയാവുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ പച്ച, ആ പ്രിയപ്പെട്ടവരെ പേരായി കർത്താവ് ഞങ്ങൾ എഴുതി വെച്ച് ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ സ്തോത്ര ഞങ്ങൾ പേഴ്സണലായി പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിന്റെ വലിയൊരു കൃപ അവരുടെ കർത്താവെ മനസ്സലിയുമാറാണമേ, അധികമായി കൃപ കർത്താവെ കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നത് കർത്താവ് വലിയ കൊടുംപാവങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവെ അതിനവർ മോചനം നേടുവാൻ അധികമായി കൃപ കർത്താവെ അവരുടെ ഹൃദയങ്ങൾ മേൽ, അവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ മേൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവരുടെ ചിന്തന്മേൽ കർത്താവെ അങ്ങ് കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വർഗരാജ്യാവകാശമാക്കിയില്ലെന്നുള്ള ഉത്തമ ബോധ്യം കർത്താവെ അവർ മനസ്സിലാക്കി എന്റെ യേശുവിനൊന്നും മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ കർത്താവെ നിറവില് കർത്താവ് ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരും ആയിരിപ്പാനപ്പച്ച അങ്ങയുടെ ആക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ ആ സോദരനായി കർത്താവെ അത് ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പലരും കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥകളുണ്ടപ്പാ. അതിന് കർത്താവെ അവരെ വിടിവിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം തൊട്ട് കർത്താവെ എന്ന് വിടിവിക്കുമാറാണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓടുന്ന വചനം വായിച്ച കർത്താവെ ആ പ്രയാസങ്ങൾ കടന്നു പോകുന്ന കുടുംബങ്ങൾക്കായി, വ്യക്തിവിധങ്ങൾക്കായി, മക്കളുമാർക്കായി കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ അത്ഭുതം ചെയ്യുവാൻ അങ്ങക്ക് സാധ്യമല്ലോ. അല്ലെങ്കിൽ ആ സോദരൻ അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അങ്ങനെ തന്നെ സ്ഥാപിതമാകുമല്ലോ കർത്താവെ. അല്ലെങ്കിൽ അതിനടിമയായി കിടക്കുന്ന കർത്താവ് പ്രിയപ്പെട്ടവരുടെ ദൈവത്തിന് മേൽ അങ്ങൊരു വാക്ക് കൽപ്പിക്കുമാറാണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം തൊട്ട് കർത്താവിന് വിമോചനം നേടുവാൻ അപ്പച്ച അങ്ങയുടെ ആക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ ആ സ്വർഗത്തിലെ അപ്പച്ച അങ്ങനെ ഞങ്ങളുടെ ദേശത്തിന് മേൽ അല്ലെങ്കിൽ അങ്ങനെ ഭാരപ്പെടുന്ന ഞങ്ങൾ കുടുംബങ്ങൾ മേൽ ഹല്ലേലൂയ സ്തോത്രം.
അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാരാജ്യത്തിൽ കർത്താവെ ദൈവിക സമാധാനം കൊണ്ട് കർത്താവെ അങ്ങ് നിറയ്ക്കുമാറണമെന്ന് ദൈവിക സ്നേഹം കൊണ്ട് നിറയ്ക്കുമാറണമേ. ആക്രമണങ്ങളും കൊലപാതകങ്ങളും ചതികളും നിറഞ്ഞ ലോകത്ത് കർത്താവെ അതിന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും വിടുവിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും കർത്താവ് ഭയത്തോടെ കഴിയുമ്പോൾ അതിന്റെ മധ്യത്തിൽ കർത്താവ് ദൈവിക പ്രവൃത്തി അപ്പച്ച അങ്ങ് അയക്കുന്ന കൃപയ്ക്ക് സ്തോത്ര. ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം മാറി മാറി കർത്താവെ പല രാജ്യങ്ങളിൽ ഇരുന്ന് കർത്താവെ ഞങ്ങൾ വ്യക്തിപരമായോ സഭയായും കുടുംബമായോ ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്മേൽ അനുഗ്രഹമാക്കി തീർക്കുന്നതിന് സ്തോത്ര. ആ വിഷയത്തിന്മേലെല്ലാം കർത്താവ് ദൈവിക പ്രവൃത്തി അയച്ചുപജനയച്ചന സ്തോത്ര. ഞാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ സഹായത്താൽ ഹല്ലേലൂയ ഞങ്ങളെ നിന്ന് മുക്തി നേടിയെന്ന് പറയത്തക്ക രീതിയിൽ ദൈവിക പ്രവൃത്തി ഓരോ വ്യക്തിയും കർത്താവെ അങ്ങ് അയക്കുന്ന കൃപയ്ക്ക് സ്തോത്ര. ദേശത്തിന്മേൽ ഞങ്ങൾ കുടുംബത്തിന്മേൽ ഹല്ലേലൂയ പ്രത്യേക കർത്താവെ കേരളത്തിന്മേൽ കർത്താവെ അതിനൊരു വിമോചനം നേടിയതിന് സ്തോത്രം നിന്ന് കർത്താവെ ഞങ്ങൾ മുക്തി പ്രാപിച്ചെന്ന് പറയിപ്പിക്കാൻ തോക്കണം. അപ്പച്ച അങ്ങ് പ്രവർത്തിച്ചതിന് സ്തോത്ര. കണ്ണുനീരോട് മറികടക്കാത്ത ദൈവ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനയിലെ യാചനകൾ ശ്രദ്ധ വെച്ച് കേട്ടതിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ അപ്പച്ചന്റെ പുണ്യേശ്വരന്റെ ഒരു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കർത്താവിനോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം നമ്മെ സഹായിച്ചു പ്രാർത്ഥനയിൽ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന പാസ്റ്റർ ബെൻസൺ ദാനിയേലിനോടുള്ള നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ ലിസി വർഗീസ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ ശക്തമായി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥന ലീഡ് ചെയ്യാൻ തക്കൊണ്ണം കർത്താവ് തന്റെ ദാസിയെ സഹായിച്ചുവല്ലോ. ഹാലി അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മയും സഹായിച്ചു. ഹാലിയിൽ ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം കർത്താവ് കേട്ടു. അവന്റെ കരം ആ വിഷയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ. വരും ദിനങ്ങളിലെല്ലാം അതിന്റെ ഉത്തരം കാണുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് കർത്തൃ ദിവസമാണല്ലോ. ഹാലിയിൽ ഇന്ത്യയിലായിരിക്കുന്ന നമുക്ക് പ്രഭാതത്തില് ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകേണ്ടതുണ്ട്. ഹല്ലേലൂയ അതിനുള്ളതായ തയ്യാറെടുപ്പ് ചെയ്യണം. അതുകൊണ്ട് ഒരു ഷോർട്ട് മെസ്സേജ് ഹല്ലേലൂയ എത്രയും വേഗം തന്ന് അവസാനിപ്പിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി സഖര്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. സഖര്യാവ് 10:3 അത് ഞാൻ തന്നെ വായിക്കാം. അതിന്റെ സെക്കൻഡ് പാർട്ട്, സൈന്യങ്ങളുടെ യഹോവ യഹൂദാഗ്രഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരകമാക്കും. പ്രൈസ് ദി ലോർഡ്. തുരകം എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാമല്ലോ, കുതിര എന്നാണ്. കുതിര. ഹാലേലിയ ഇവിടെ പറയുക, ദൈവം ഹാലേലിയ തന്റെ കൂട്ടത്തെ സന്ദർശിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു മാറ്റം സംഭവിക്കുകയാണ്. ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ചു കഴിയുമ്പോൾ അത് കുതിരയ്ക്ക് സമാനമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ തിരുവചനം കേൾക്കുന്ന ഏവരിലും ദൈവികമായ ഒരു സന്ദർശനം കർത്താവ് അയക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു അനുഗ്രഹീതമായ സന്ദർശനത്തിന്റെ ഫലമായി ഇതുവരെ കാണാത്ത ചില മേഖലകളിലേക്ക് ദൈവമക്കൾ കടന്നു ചെല്ലുന്ന അനുഭവങ്ങൾ സ്വർഗം നമുക്ക് നൽകുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. യഹൂദ ഗ്രഹത്തെ, തന്റെ ഇസ്രായേൽ ഗ്രഹത്തെ ദൈവം സന്ദർശിച്ചു കഴിയുമ്പോൾ അവർ പടക്കുതിരയ്ക്ക് സമാനമായിട്ട് മാറ്റപ്പെടുന്ന അവസ്ഥകള് ഇവിടെ പറയുകയാണ്. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്രയോ ശ്രേഷ്ഠമാണ്. ആ വാക്യം പറയുന്ന സൈന്യങ്ങളുടെ യഹോവ എന്നാണ്. ഇപ്പോൾ തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനൊരു യുദ്ധധ്വനിയുടെ സ്വരമുണ്ട്, ഇല്ലേ? സൈന്യങ്ങളുടെ യഹോവ എന്നാണ് പറയുന്നത്. ആമേൻ. എവിടെയാണ് സന്ദർശിക്കുന്നത്? തന്റെ ആട്ടിൻകൂട്ടത്തെയാണ് സന്ദർശിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് സന്ദർശിക്കുന്നത്? ഒരു വലിയ പരിവർത്തനം നടത്തേണ്ടതിന് വേണ്ടിയാണ് അവിടെ സന്ദർശിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം നമ്മുടെ ഓഫീസുകളിലെല്ലാം MD എല്ലാം വിസിറ്റിങ്ങിന് വരുമ്പോൾ ഹല്ലേലൂയ അവരോട് വന്ന് കുശലപ്രശ്നം ചെയ്തിട്ട് പോകും. അതുപോലെ നമ്മുടെ കർത്താവിന്റെ സന്ദർശനം സ്വീറ്റ്സ് കൊടുക്കാനോ ചോക്ലേറ്റ്സ് കൊടുക്കാനോ കുശലപ്രശ്നം ചെയ്യുവാനോ അല്ല. പിന്നെയോ കർത്താവ് സന്ദർശിച്ചു കഴിയുമ്പോൾ ഹാലിലെ ബലമില്ലാത്തവർക്ക് ബലം ലഭിക്കും. ആടിനെ പോലെ പതുങ്ങിക്കൂടി ഇരിക്കുന്നവർക്ക് കുതിരയുടെ ശക്തി ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒരു ആകമാനമായ വ്യത്യാസമാണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ആടും കുതിരയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്, ഇല്ല? നമുക്കറിയാം. ഹാലേലിയ. ആടിന് മനോവീര്യത്തില് വ്യത്യാസമുണ്ട്. ഹാലേലിയ. അതിനധികം ബലമൊന്നുമില്ലാത്ത ഒരു ജീവിയാണ്. ആമേൻ. ഹാലേലിയ. വെള്ളം കണ്ടാലും ചെളി കണ്ടാലും അത് മാറിപ്പോകും. എന്നാൽ കുതിര അങ്ങനെയല്ല. ഹാലേലിയ. അത് 6 ചാടിക്കടക്കും. യുദ്ധമുഖത്ത് നിൽക്കുമ്പോഴും അതിന് ഭയമില്ല. ഹാലേലിയ. അവസ്ഥകൾക്ക് വ്യത്യാസം വന്ന് കഴിയുമ്പോൾ ദൈവമക്കളിലും ആ അനുഭവം തന്നെ ഉണ്ടാകും.
ചെയ്യുമാറാകാം. ഈ പ്രഭാതത്തിലെ മടിച്ചു നിൽക്കുന്ന ഹല്ലേലൂയ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ചില ജീവിതങ്ങളെ കർത്താവ് സന്ദർശിപ്പാൻ പോവുകയാണ്. ഇനിയും എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് അറിയാതെ ഹല്ലേലൂയ ആമീൻ മടിച്ചു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഞാനൊരു കുതിരയ്ക്ക് സമാനമായ ബലം പകർന്ന് അവരെ ഹല്ലേലൂയ അനുഭവത്തിൽ നിന്ന് അവസ്ഥയിൽ നിന്ന് പുറത്തെടുക്കുമെന്ന് ദൈവാത്മാവ് പ്രഭാതത്തിൽ ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. വീണ്ടും കുതിരയുടെ പ്രത്യേകത ആരോഗ്യ ഘടനയ്ക്ക് അതിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ആമേൻ. വിവരിപ്പാൻ സമയമില്ല. ഹാലിലെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട് ആടും കുതിരയും തമ്മിൽ. ഹാലേലിയ. ആമേൻ. ആടിന്റെ പ്രത്യേകത എന്താ? എന്ത് കണ്ടാലും മൂങ്ങിക്കരഞ്ഞുകൊണ്ട് യജമാനന്റെ കാൽക്കൽ കിടക്കുന്ന ഒരു ജീവിയാണ് ആട് എന്ന് പറയുന്നത്. ഹാലേലിയ. അവർക്ക് മറ്റൊന്നും അറിയത്തില്ല. പ്രാർത്ഥിപ്പാൻ അറിയാം, കിടന്ന് കരയുവാൻ അറിയാം. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന്റെ മുമ്പിൽ കർത്താവിന്റെ മുമ്പിൽ കിടന്ന് ഹാലേലൂയ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ഒരു ദൈവികമായ സന്ദർശനം ലഭിച്ചു കഴിയുമ്പോൾ അവസ്ഥകൾക്ക് വ്യത്യാസം വരികയാണ്. ഹാലേലൂയ. നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് പറയുകയാണ്, നിന്നെ തളർത്തി കളഞ്ഞതായ വിഷയങ്ങള്, നിന്റെ വീര്യം കെടുത്തിയതായ വിഷയങ്ങൾ, ഹാലേലൂയ നിന്റെ കഴിവ് കെടുത്തിയ വിഷയങ്ങള്, നിന്നെ മുൻപോട്ട് വിടാതെ ഒതുക്കി വെച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു ദൈവികമായ സന്ദർശന സ്വർഗം അയക്കുവാൻ പോവുകയാണ്. നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി ഈ 2025 ആരംഭ മാസങ്ങളിൽ തന്നെ നിന്നെ ഒരു പടക്കുതിരയ്ക്ക് സമാനമാക്കി തീർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് പുറപ്പെടണമെന്നുണ്ട്, പക്ഷേ ഭാമൻ പലപ്പോഴും കഴിയുന്നില്ല, ഒതുങ്ങിക്കൂടി പോവുകയാണ്. ശക്തമായി നേതൃത്വം കൊടുക്കണമെന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. എവിടെയോ പിന്നിൽ നിന്നും ഒരു ബലം ഹാലിലെ പിടിച്ചു വലിക്കുകയാണ്. ഈ അവസ്ഥകളെ പ്രഭാതത്തിലെ സ്വർഗം തകർത്ത് കളയട്ടെ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. ഹാലേലിയ. ഒതുക്കപ്പെട്ടതായ ചിലരെ, ഹാലേലിയ കെട്ടപ്പെട്ടതായ ചിലരെ, ആമേൻ മനസ്സിന്റെ വീര്യം കെടുത്തി കളഞ്ഞതായ ചിലരെ ഈ പ്രഭാത സ്വർഗം ഉണർത്തുകയാണ്. ഹാലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ആമേൻ. കരച്ചിൽ കേട്ട് ഹാലേലൂയ യജമാനന്റെ കാൽ കിഴക്കെടുക്കുന്ന അനുഭവത്തിൽ നിന്നും ഒരു വ്യത്യാസം വരുന്ന അനുഭവത്തിലേക്ക് ആമേൻ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് ദൈവാത്മാവ് ഈ പ്രഭാതത്തില് നമ്മെ പഠിപ്പിക്കാൻ പോവുകയാണ്. വളരെ വിവരിക്കേണ്ട വിഷയമാണെങ്കിലും സമയക്കുറവ് മൂലം ഞാൻ ഇവിടെ ഉപസംഹരിക്കട്ടെ. ഹാലേലൂയ. ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ രോഗമോ പ്രശ്നമോ കടഭാരമോ ദുഃഖമോ എല്ലാം കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും ഹാലേലൂയ ആമേൻ കർത്താവിന്റെ സന്ദർശനം ലഭിച്ചു കഴിയുമ്പോൾ അവസ്ഥകൾ മാറും. ഇന്നലെ വരെ കണ്ട, ഈ അല്പസമയം മുമ്പ് വരെ കണ്ട ജീവിതങ്ങളല്ല പിന്നീട്. ഹാലേലൂയ ആമേൻ നമ്മുടെ അവസ്ഥകളെ കർത്താവ് മാറ്റുവാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സന്ദർശനം മാത്രമാണ് ഞങ്ങളുടെ ബലം. ഇന്നും ഒരു സന്ദർശനം ഹാലേലൂയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേല് അവിടെ നയിക്കുമാറാകണമേ കർത്താവേ. 25 ചില വഴികൾ തുറക്കണമേ. പടക്കുതിരക്ക് സമാനമായ ചില ജനത്തിന്റെ ഭാവിക്കെതിരെ പോരാടുന്ന അനുഭവം നിന്നും ഒരു അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേട്ട ഏവരുടെ മേലും നിന്റെ സന്ദർശനം അയക്കണമേ. ഒതുക്കി കൂട്ടിയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അവരെ പുറത്തെടുക്കണമേ. ഇന്നത്തെ ആരാധന അവർക്ക് വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ വിഷയങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് പാസ്റ്റർ സി ഡാനിയൽ ഇപ്പോൾ പ്രാർത്ഥിക്കാം. അതിനുശേഷം പാസ്റ്റർ ബെൻസൺ ഡാനിയൽ ആശീർവാദം പറഞ്ഞ് നമുക്ക് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വിശുദ്ധ ദിവസത്തിന്റെ അതിരാവിലെ സമയം കർത്താവേ, ഞങ്ങൾക്ക് അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ, അങ്ങേ സ്തുതിപ്പാൻ, മുഖത്തുകൊടുത്തുവാൻ അനേക വിഷയങ്ങള് അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കി തീർത്ത് അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. പ്രവർത്തനങ്ങളെ പിന്നെ അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. മുൻപന്തി പ്രവർത്തിക്കുന്ന ദേവദാസനെയും കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കളുടെ പ്രവർത്തനങ്ങൾ കർത്താവേ ദൈവമേ അഭിവൃദ്ധി പ്രാപിപ്പാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ, വിശാലത പ്രാപിപ്പാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും കർത്താവേ എല്ലാ പ്രവർത്തന മേഖലകളെയും അവിടുത്തെ ധാരാളമായി അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വൽക്കാലം കർത്താവേ ദൈവമേ സൂക്ഷിപ്പാൻ കർത്താവേ ദൈവമേ പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ ദൈവമേ പ്രിയ സിസ്റ്ററിനെ അവിടുന്ന് ബലപ്പെടുത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. വചനം സൂക്ഷിപ്പാൻ കർത്താവിന്റെ ദാസനെ അവിടുന്ന് ശക്തീകരിച്ച് അവിടുത്തെ കൃപയ്ക്കും ദൈവക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അറ്റൻഡ് ചെയ്തതായ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവേ കുടുംബങ്ങളെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ വിവിധ
വലിയ വിഷയങ്ങളിൽ കർത്താവെ ഭാരപ്പെടുന്ന എല്ലാ ജീവിതങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ, സകല പ്രശ്ന പരിഹാരകൻ അവിടുന്ന് ആകയാൽ അവിടുത്തെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ, പ്രാർത്ഥന യാതനെ അവിടുന്ന് കേട്ടിരിക്കായി സ്തോത്രം. ദൈവമേ, അവിടുത്തെ സാന്നിധ്യം കൃപയും കൂട്ടിരിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. സകല യേശുക്രിസ്തുനാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോടും കേൾക്കുമാറാണമേ. ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കരുണയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും പ്രാർത്ഥനകളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും എല്ലാ വിശുദ്ധ ആരാധനയുടെ മേലും എന്നും കൊണ്ടാമാറാകട്ടെ. ആമേൻ. ചെയ്ത പ്രാർത്ഥനയിൽ ഗാനങ്ങൾ ആലപിച്ച പ്രാർത്ഥന സഹകരിച്ച് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് ഒരുമിച്ച് കണ്ട് സന്തോഷിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഈ പകൽക്കാലം നമ്മുടെ സഭയിൽ നടക്കുന്ന ആരാധന നമ്മുടെ ജീവിതത്തിന് വലിയ കാരണമായി തീരട്ടെ. ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു.